ചങ്ങായിമാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സംഖ്യകളുടെ എല്ലാമായ ആർപി ഹുസൈനെ കുറിച്ചാണ്. സ്വയം പൊക്കാൻ നോക്കുന്ന ആർപി ഹുസൈൻ, സ്വയം പൊങ്ങാത്തത് കൊണ്ട് ആളെ വെച്ച് പൊങ്ങിക്കാൻ നോക്കുന്ന ആർപി ഹുസൈൻ. വളരെ ദയനീയമാണ് ആർപി ഹുസൈൻ താങ്കളുടെ കാര്യം. കാരണം സ്വയം പൊങ്ങാത്ത ആർപി ഹുസൈനാണ് താങ്കൾ. ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കും. കാരണം ഇതുപോലെ അസഭ്യനായ ആർപി ഹുസൈനെ പോലെ ഒരാളോട് സംസാരിക്കുമ്പോൾ സഭ്യമായ വാക്കുകൾ ഉപയോഗിക്കാന്ന് പറഞ്ഞത് നല്ല കാര്യമല്ല. അതുകൊണ്ട് കുറച്ച് അസഭ്യമായ വാക്കുകൾ ഉണ്ടാവും, എന്നോട് നിങ്ങൾ ക്ഷമിക്കുക. ഈ ആർപി ഹുസൈൻ ഇന്നലെ ഒരു പാട്ടിറക്കിയ സുഹൃത്തുക്കളെ, സ്വയം പൊങ്ങാൻ വേണ്ടിയുള്ള പാട്ട്. ഒരിക്കലും പൊങ്ങാത്ത ഇവനെ വേറൊരാൾ പാടിയിട്ട് വരെ പൊങ്ങാൻ കഴിയുന്നില്ല. നമുക്ക് ആ സ്വയം പൊങ്ങി പാട്ടിലേക്ക് കടക്കാം. ബാ. അങ്ങനെയല്ല, ചെറിയൊരു തിരുത്തുണ്ട്. ആർപ്പിക്കിന്റെ കുണ്ടിയിൽ തീ, കാക്കാമാറു വെച്ചൊരു തീ. അങ്ങനെയാണ് ആർപ്പിക്ക്. ആ തീയും കൊണ്ട് നീ ഓടാൻ തുടങ്ങിയിട്ട് കാലത്തായി. മലയാളത്തിൽ ഈ വരികൾ ആ സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട്, കുറച്ച് ഭാഗ്യമുണ്ട് കേട്ടാ. നമ്മുടെ നാടിനെ പച്ചയടിക്കുമ്പോ തടുക്കും നീ. ആ വരികളിലും തെറ്റുണ്ട്. ഇടതും വലതുമല്ല, സംഘികൾ അടിക്കുന്ന ഓരോ അടിയും കുണ്ടി വെച്ച് തടുക്കും ആർപിക് ജി. എത്ര മനോഹരമായ വരികളല്ലേ. വയലാർ എഴുതോ ഇതുപോലെ? എനിക്ക് വയ്യ. വയലാറില്ല, താങ്കളുടെ തന്ത എഴുതും ഇതുപോലെ. താങ്കളുടെ തന്ത എങ്ങാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഡയലോഗ് പറയും, ഓട് മലരെ കണ്ടം വഴിയുന്നു. സ്വന്തമായി പൊങ്ങാനും പൊക്കാനും വേണ്ടി ഒരു പാട്ടുണ്ടാക്കിയിട്ട് മൊത്തം മൂക്കാണല്ലോ എന്റെ ആർപിക് ജി. ഈ വരികൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല. എന്തിനീ ഈ ആർപിക്ക് കുണ്ടനും ആ വരികൾ ക്ലിയർ ആയില്ല, വെറുതെ തലയിട്ടാട്ടന്നെയാ. പക്ഷെ ഞാനത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ആർപി ഹുസൈൻ എന്തോ ഒരു കൊലപതിയാണെന്നാണ് ഈ വാക്കുകൾ പറയുന്നത്. അതായത് കൊല കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സംഘികളുടെ കൊല കണ്ടു കഴിഞ്ഞാൽ ആർപി ഹുസൈൻ ഓടി വീഴും. അത്രമാത്രം സംഘികളുടെ കൊലയോട് പതിയായിരിക്കുന്നവനാണ് ഈ കൊലപതി ആർപി ഹുസൈൻ. അടുത്ത വരികൾ, കമ്മി കൊങ്ങി സൂടുക്കൾക്ക് ഇവനെ പേടിയാണെന്ന്. സത്യം പേടിയാണ്. കാരണം തീട്ടത്തിന് അറപ്പോടുകൂടിയുള്ള പേടിയാണ് എല്ലാ മനുഷ്യർക്കും. പക്ഷെ സംഘികൾക്ക് തീട്ടത്തിനെ പേടിയില്ല, അവര് കെട്ടിപ്പിടിക്കും. അതാണ് ആർപി ഹുസൈനെ നിന്നെ സംഘികൾ കെട്ടിപ്പിടിക്കുന്നത്. നാറുന്ന തീട്ടത്തിന്റെ സ്ഥാനം സംഘികളുടെ അടുത്ത് തന്നെയാണ്. നീ കറക്റ്റായ സ്ഥലത്താണ് ആർപി ഹുസൈനെ ചെന്നുപെട്ടിട്ടുള്ളത്. ഇനി ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ അറിയാം, ഈ ചാണ സംഘികൾ ഇവനെ കൊണ്ട് കിടക്കുന്നുള്ളതാണ്. കാരണം നിരീശ്വരവാദിയും യുക്തിവാദിയുമായ ഇവൻ ദൈവങ്ങളൊന്നും ഇല്ലാന്ന് ഇവൻ പറയുന്നത്. മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ദൈവം മാത്രമല്ല, ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദൈവവും ഇല്ലാന്നാണ് പറയുന്നത്. പക്ഷെ സംഘികൾ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഈ യുക്തിവാദിനെ കൊണ്ട് നടക്കിയത്. കാരണം അവര് നോക്കുമ്പം ഇവൻ മുസ്ലിങ്ങൾക്കെതിരെയാണല്ലോ പറയുന്നത്. പൊട്ട സംഘികളെ, ഇവൻ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല പറയുന്നത്, ഹിന്ദു ദൈവങ്ങളും ഇല്ലാന്നാണ് പറയുന്നത്. പക്ഷെ സംഘികൾക്ക് ഹിന്ദു ദൈവം ഇല്ലാന്ന് തന്നെയാണല്ലോ. കാരണം സംഘികൾ ഹിന്ദുക്കളല്ലോ, സംഘികൾ വെറും തീട്ടച്ചാണകങ്ങളാണല്ലോ. അപ്പൊ ഇവനാണ് കുണ്ടൻ ആർപിക്ക് ചീ. സംഘികൾ ഇവനെ ഊക്കുന്നു, ഇവൻ തിരിച്ചും സംഘികളെ ഊക്കുന്നു. ഇവനാണ് കുണ്ടൻ ആർപിക്ക് ജി. എത്ര മനോഹരമായ അർത്ഥവത്തായ വരികളാണ് സ്വന്തമായി ഉണ്ടാക്കി, സ്വന്തമായി പൊങ്ങാനുണ്ടാക്കി ആർപി ഹുസൈനെ താങ്കളെ കുറിച്ച് തന്നെ എഴുതിയിട്ടുള്ളത്. വളരെ മനോഹരമായ വരികൾ കുണ്ടൻ ആർപിക്ക് ജി. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കുണ്ടൻ ആർപിക്ക് ജിക്കും എന്റെ ഒരു നല്ലൊരു സുലാൻ.